നമസ്കാരം. ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഓണച്ചിത്രങ്ങൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച കാര്യമായ പുതിയ റിലീസുകളൊന്നും കേരളത്തിൽ എത്തിയിട്ടില്ല. തമിഴിൽ നിന്ന് ധനുഷിൻ്റെ തുടരി മാത്രമാണ് ഒരു പ്രധാന റിലീസുള്ളത്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. മലയാളത്തിൽ ഏറെ ആകാംക്ഷാപൂർവ്വം മാസങ്ങളായി കാത്തിരുന്ന ഒരു സിനിമ അടുത്ത മാസം 7-ന് തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ്. പുലിമുരുകനായി മോഹൻലാൽ തരംഗമാകാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നു 7-ന്. വൈശാഖ് ഒരുക്കിയ പുലിമുരുകൻ ഏറെ ദിവസം നീണ്ടുനിന്ന ചിത്രീകരണത്തിനും മാസങ്ങൾ നീണ്ട പോസ്റ്റ് പ്രൊഡക്ഷനും ശേഷമാണ് റിലീസിന് തയ്യാറായിരിക്കുന്നത്. ഉദയകൃഷ്ണൻ എഴുതിയ സിനിമ ദൃശ്യവൽക്കരിക്കാൻ വൻ മുതൽ മുടക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ദിവസങ്ങളോളം കാട്ടിനുള്ളിൽ ചെലവഴിച്ചായിരുന്നു ചിത്രീകരണം. വിദേശങ്ങളിലും സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നു. മലയാളം ഇതുവരെ കാണാത്ത ആക്ഷൻ രംഗങ്ങൾ തന്നെയാണ് സിനിമയുടെ പ്രധാന ആകർഷണം. ഇന്ത്യയിലെ 1-ാം നമ്പർ ആക്ഷൻ സംവിധായകൻ പീറ്റർ ഹെയ്നാണ് മോഹൻലാലിനെ അടിത്തട പഠിപ്പിച്ചത്. ഷാജി കുമാറാണ് ഛായാഗ്രഹണം. പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് ഗോപി സുന്ദർ. കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനേ കാട്ടുങ്ങാവൽ കാപ്പഴുത്തേ നീ വരുകില്ലേ കനവു നിറച്ചേ ഞാനിൻ ചിറകു നനച്ചേ കളിയിലൊളിച്ചേ ഞാനീ കാടാകെ കാടണിയും കാൽച്ചിലമ്പേ കാനനമൈ. ബംഗാളി താരം കമാലിനി മുഖർജിയാണ് പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമിത, ജഗപതി ബാബു, സുരാജ്, ലാൽ, ബാല, മകരൻ ദേശ്പാണ്ഡെ തുടങ്ങി നീണ്ട താരനിരയും പുലിമുരുകനിൽ അണിനിരക്കുന്നു. മുളകുപാടം ഫിലിംസാണ് 20 കോടിയിലേറെ മുടക്കി സിനിമ നിർമ്മിച്ചത്. ഒക്ടോബർ 7-ന് തിയേറ്ററുകളിൽ പുലിമുരുകന്റെ ഗർജനത്തിനായി കാത്തിരിക്കാം. ഇനി അടുത്ത മാസം തമിഴിൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു വലിയ ചിത്രമുണ്ട്. ശിവകാർത്തികേയൻ നായകനാകുന്ന റെമോ. സ്ത്രീ വേഷത്തിൽ ശിവകാർത്തികേയൻ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ് റെമോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. தலைவர் மாதிரி இதே சத்யம் தியேட்டர்ல நம்ம பேனரும் வரணும். இன்னைக்கே கேஸ் ரவிக்குமாரை பார்க்கறோம், தெறிக்க விடுறோம். ചുരുക്കം ചിത്രങ്ങളിലൂടെ തമിഴിൽ മുൻനിരയിലേക്ക് എത്തിയ താരമാണ് ശിവകാർത്തികേയൻ. ടെലിവിഷനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് കൂടുമാറിയ താരത്തിന് വമ്പിച്ച ആരാധക പിന്തുണയുമുണ്ട്. ശിവകാർത്തികേയന്റെ താരപദവിയെ അരക്കിട്ടുറപ്പിക്കുന്ന ചിത്രമാകും റെമോ. காதலிக்கிற பொண்ணு கிடைக்கணும்னு முயற்சி பண்ணாதவன் அந்த பொண்ணு கிடைக்கலன்னு வருத்தப்படுறதுக்கு தகுதியே இல்லாதவன். ഭാഗ്യരാജ് കടൻ സംവിധാനം ചെയ്ത ഈ കോമഡി റൊമാന്റിക് ത്രില്ലറിൽ മലയാളി താരം കീർത്തി സുരേഷാണ് നായിക. സതീഷ്, KS രവികുമാർ, ശരണ്യ തുടങ്ങിയവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ശിവകാർത്തികേയൻ വനിതാ നേഴ്സായി പ്രത്യക്ഷപ്പെടുന്നതാണ് സിനിമയ്ക്ക് വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊടുത്തത്. போல இல்ல ஆளே மாறிட்டானே. சபா நம்மள மாதிரி நடிக்கிறது எவ்வளவு கஷ்டமா இருக்கு. Look sister, I'm 23. எனக்கு தெரியும், எங்க அப்பா அம்மாக்கு தெரியும் எனக்கு யார் செட் ஆவா யார் கரெக்டா இருப்பான்னு. நீங்க உங்க வேலையை மட்டும் பாருங்க.
സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ചത് PC ശ്രീറാം. അനിരുദ്ധ് രവിചന്ദർ ഈണമിട്ട ഗാനങ്ങൾ ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞു. 24AM സ്റ്റുഡിയോസ് ആണ് റെമോയുടെ നിർമ്മാണം. അടുത്ത മാസം 7-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ബാഹുബലി വന്നതോടുകൂടി ഫാന്റസി ചിത്രങ്ങളോടും VFXന്റെ വലിയ സാധ്യതകളൊക്കെ ഉപയോഗിക്കുന്ന സിനിമകളോടും പൊതുവെ ഇന്ത്യൻ സിനിമാ ലോകത്തിന് വലിയ താല്പര്യമുണ്ടായിട്ടുണ്ട്. കാർത്തി നായകനാകുന്ന കശ്മോരയൊക്കെ ആ കൂട്ടത്തിൽ പെടുന്ന ഒരു ചിത്രമാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്നത് ഒരു കന്നഡ സിനിമയെക്കുറിച്ചാണ്. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൺമറഞ്ഞുപോയ ഒരു സൂപ്പർ താരം VFXലൂടെ പുനർജനിക്കുന്നു ഈ സിനിമയിൽ എന്നതാണ്. കന്നഡ സിനിമയിലെ പകരം വെക്കാനാകാത്ത സൂപ്പർ സ്റ്റാർ വിഷ്ണുവർദ്ധനാണ് മരണത്തിന് ശേഷവും നായകനായി വെള്ളിത്തിരയിലെത്തുന്നത്. VFXലൂടെ വിഷ്ണുവർദ്ധനെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. നാഗരഹൗ എന്ന ഫാന്റസി ത്രില്ലറിലാണ് ഈ പരീക്ഷണം. അരുന്ധതി എന്ന ഹിറ്റ് ചിത്രമൊരുക്കിയ കോടി രാമകൃഷ്ണ നാഗരഹൗവിലൂടെ കന്നഡയിൽ അരങ്ങേറുകയാണ്. വിഷ്ണുവർദ്ധന്റെ 201-ാം ചിത്രമെന്ന വിശേഷണവുമായി എത്തുന്ന നാഗരഹൗവിൽ രമ്യ, ദിഗന്ത് എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബാഹുബലിക്ക് VFX ഒരുക്കിയ മകുട ആർട്സ് തന്നെയാണ് നാഗരഹൗവിൻ്റെയും ദൃശ്യപ്പൊലിമയ്ക്ക് പിന്നിൽ. തമിഴിൽ ശിവനാഗം എന്ന പേരിലും തെലുങ്കിൽ നാഗഭരണം എന്ന പേരിലും സിനിമ അടുത്ത മാസം റിലീസ് ചെയ്യും. ഇനി മലയാളത്തിൽ വരാൻ പോകുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ്. യുവത്വത്തിൻ്റെ ആഘോഷവും കോളേജ് കാലത്തിൻ്റെ നൊമ്പരങ്ങളും രസങ്ങളും ഒക്കെ കോർത്തിണക്കി ഒരു സിനിമ വരുന്നു. ആനന്ദം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അസോസിയേറ്റ് സംവിധായകനായിരുന്ന ഗണേഷ് രാജാണ് ആനന്ദം എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് ചുവടുറപ്പിക്കുന്നത്. വിനീത് ശ്രീനിവാസനാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. LG ഫിലിംസ് ചിത്രം വിതരണത്തിനെത്തിക്കും. ഒക്ടോബറിൽ ആനന്ദം തിയേറ്ററുകളിൽ പ്രതീക്ഷിക്കാം. ട്രിപ്പ് നമ്മുടെ കോളേജ് ലൈഫിലെ ആദ്യത്തെ ട്രിപ്പ്. കുടുംബത്തിൽ പറഞ്ഞ കോളേജൊക്കെ 10-15 ദിവസമായി കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെ കോളേജ് ആകെ 4 ദിവസം നിൽക്കണം. 4 ദിവസം. ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞു? ഒരു ഫോർട്ട്, ഒരു പാലസ്, ഒരു മ്യൂസിയം. എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞു? എനിക്ക് അവളോടൊന്ന് മിണ്ടണം. വഴി തിളങ്ങുന്നേ, മനമൊരുങ്ങുന്നുണ്ടേ, കൺ തുറക്കുന്നേ, ഇനി ആനന്ദമേ. അങ്ങനെ കണ്ണി കണ്ട ചെക്കന്മാരെ പോലെ ഇഷ്ടമുള്ള പെണ്ണിന്റെ നമ്പർ എവിടെന്നെങ്കിലും ഒപ്പിച്ച് അങ്ങോട്ട് മെസ്സേജ് ചെയ്ത് ശല്യപ്പെടുന്ന ഈ ചീപ്പ് പരിപാടി ഉണ്ടല്ലോ, അതിനൊന്നും എന്നെ കിട്ടില്ല. അവൾക്ക് ഒടുക്കത്തെ സ്ഥാപനടാ. ഇതങ്ങനെ സാധാരണ പെണ്ണുന്നല്ലടാ. ഷീ ഈസ് ഡിഫിക്കൾട്ട്. 20 വർഷം കഴിഞ്ഞു ഇതേ സ്ഥലത്ത് നമ്മളെല്ലാവരും എത്തും. ദിൽ ചാത്താ ഹേ ഇവിടെയല്ലേ ഷൂട്ട് ചെയ്തത്? അമീർ ഖാൻ ചാരിയിരുന്ന സാധനമൊക്കെ പൊളിഞ്ഞു പോയല്ലേ? 15 വർഷമായില്ലടാ. എന്റെ മനസ്സ് പറയും ഇതൊരു 1.5 ട്രിപ്പായിരിക്കും. എല്ലാരും ഇരുന്നേ, സിനിമ ഇടാൻ